ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഇഡ്ഡലി, ദോശ എന്നിവയുടെ കൂടെയൊക്കെ നമുക്ക് ഒരു കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചട്നിപ്പൊടിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വളരെ ഈസിയാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. ചട്നിപ്പൊടി തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ കപ്പ് ഉഴുന്ന് പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബോളായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞതാണ്. വറ്റൽമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി. വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രം നമ്മൾ ചേർത്താൽ മതി. അല്ലെങ്കിൽ നമ്മളിത് പൊടിക്കുമ്പോഴത്തേക്കിനും എണ്ണ ഊറി വരും. നമുക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് ചേർക്കാം. നമ്മളിപ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഉഴുന്നൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട്. ഉഴുന്നുപരിപ്പൊക്കെ ഒരല്പം മൂത്തതിന് ശേഷം വേണം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാൻ. ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. ഉഴുന്നുപരിപ്പൊക്കെ ഏകദേശം ഒന്ന് ബ്രൗൺ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഉഴുന്നുപരിപ്പും നമ്മുടെ കടലപ്പരിപ്പും ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. ഒരല്പ സമയം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും പാകത്തിന് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി പാത്രത്തിൽ ഇരുന്ന് ഒരു അല്പം കൂടി ഇതൊന്ന് മൂത്ത് വരും. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. തീരെ നൈസ് പൗഡറായിട്ട് പൊടിക്കരുത്. നമ്മുടെ ചട്നിപ്പൊടിക്കുള്ള കൂട്ടിവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. നമ്മുടെ ചട്നിപ്പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. തരിതരിപ്പായിട്ടാണ് കണ്ടോ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അധികം നാൾ നമുക്ക് ഇത് കേടുകൂടാതിരിക്കും. നമ്മൾ ദോശ, അതുപോലെ തന്നെ ഇഡ്ഡലി, ഇവയുടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ചട്നിപ്പൊടി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്